മലയാള റാപ്പ് സംഗീത ലോകത്ത് ഒരു കൊടുങ്കാറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങളുടെ നടുവിലകപ്പെട്ട ഒരു കലാകാരനാണ് ഹിരൺദാസ് മുരളി എന്ന വേടൻ. വേടൻ തീയും പോരാട്ടവും സംഗീതത്തിൽ ചാലിച്ച റാപ്പർ. തൃശ്ശൂരിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഹിരൺദാസ് മുരളി എന്ന ചെറുപ്പക്കാരൻ. അമ്മ ജാഫ്നയിൽ നിന്ന് ഊട്ടിയിലേക്ക് കുടിയേറിയ ശ്രീലങ്കൻ തമിഴ്. അച്ഛൻ തൃശ്ശൂർ സ്വദേശിയായ മുരളി. മലയാള സംഗീത ലോകത്ത് വേടൻ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയപ്പോൾ അതൊരു പുതിയ തുടക്കമായിരുന്നു. അതുവരെ മലയാളികൾ അധികം കേട്ടുപരിചയിച്ചിട്ടില്ലാത്ത തീഷ്ണമായ വരികളും നേരെ വാ നേരെ പോ എന്ന ശൈലിയുമായിരുന്നു വേടന്റെ പ്രത്യേകത. സംഗീതത്തിലേക്കുള്ള വഴി ചെറുപ്പം മുതലേ പാട്ടുകളോട് ഇഷ്ടമുണ്ടായിരുന്നുവെങ്കിലും റാപ്പ് സംഗീതത്തോടുള്ള അഭിനിവേശം ഹിരൺദാസിനെ വേറിട്ട വഴിയിലേക്ക് നയിച്ചു. തന്റെ ചുറ്റുമുള്ള ലോകത്തെ, സമൂഹത്തിലെ അനീതികളെ, ജാതീയതയെ, ദാരിദ്ര്യത്തെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വേദനകളെയൊക്കെ അദ്ദേഹം തന്റെ പാട്ടുകളിലൂടെ ചോദ്യം ചെയ്തു. വേട്ടയാടപ്പെടുന്നവരുടെ ശബ്ദമെന്ന അർത്ഥത്തിലാണ് അദ്ദേഹം വേടൻ എന്ന പേര് സ്വീകരിച്ചത്. വാ, വോയിസ് ഓഫ് ദ വോയിസ്ലെസ് തുടങ്ങിയ ഗാനങ്ങളിലൂടെ വേടൻ പെട്ടെന്ന് തന്നെ യുവതലമുറയ്ക്കിടയിൽ ശ്രദ്ധേയനായി. അദ്ദേഹത്തിന്റെ പാട്ടുകൾ വെറും വിനോദമായിരുന്നില്ല, മറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന പല പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ചൂണ്ടുവിരലായിരുന്നു. ജാതീയതയ്ക്കെതിരെ തന്റെ പാട്ടുകളിലൂടെ ജാതീയമായ വേർതിരിവുകളെയും അടിച്ചമർത്തലുകളെയും അദ്ദേഹം ശക്തമായി വിമർശിച്ചു. പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ ശബ്ദം, ദളിത്, ആദിവാസി വിഭാഗങ്ങൾ അനുഭവിക്കുന്ന ചൂഷണങ്ങളെക്കുറിച്ചും അവരുടെ അതിജീവനത്തെക്കുറിച്ചും വേടൻ പാടി. പ്രകൃതി, പരിസ്ഥിതി പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾക്ക് വിഷയമായി. സാമൂഹ്യ വിമർശനം, സമൂഹത്തിലെ പൊള്ളത്തരങ്ങളെയും അനീതികളെയും നിർഭയം തുറന്നുകാട്ടി. അദ്ദേഹത്തിന്റെ ഭാഷ പരുക്കനായിരുന്നു, പക്ഷെ അത് വിഷയത്തിന്റെ ഗൗരവം ചോർന്നു പോകാതിരിക്കാൻ അത്യാവശ്യവുമായിരുന്നു. തെറികളെന്ന മുദ്രകുത്തപ്പെട്ട വാക്കുകൾ പോലും അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായി അദ്ദേഹം ഉപയോഗിച്ചു. യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ലക്ഷക്കണക്കിന് ആളുകളാണ് വേടന്റെ പാട്ടുകൾ ഏറ്റെടുത്തത്. പല പ്രമുഖ സംഗീതജ്ഞരും അദ്ദേഹത്തിന്റെ കഴിവിനെ പ്രശംസിച്ചു. എന്നിട്ടും വിവാദങ്ങളുടെ നിഴലിലായിരുന്നു അദ്ദേഹം. മലയാള സംഗീതത്തിന് തൻ്റെതായ ഒരു ഇടം കണ്ടെത്തി മുന്നേറുന്നതിനിടയിലാണ് വേടനെതിരെ മീറ്റു ആരോപണങ്ങൾ ഉയർന്നു വന്നത്. അദ്ദേഹത്തിന്റെ മുൻ സുഹൃത്തുക്കളടക്കം നിരവധി സ്ത്രീകൾ ലൈംഗികാതിക്രമ ആരോപണങ്ങളുമായി രംഗത്തെത്തി. ഇത് അദ്ദേഹത്തിന്റെ കരിയറിൽ വലിയൊരു കരിനിഴൽ വീഴ്ത്തി. സോഷ്യൽ മീഡിയയിലും പുറത്തും വലിയ ചർച്ചകൾക്ക് ഇത് വഴിവെച്ചു. ആരോപണങ്ങളെ തുടർന്ന് വേടൻ മാപ്പ് പറയുകയും സംഗീത ലോകത്തുനിന്ന് താൽക്കാലികമായി വിട്ടുനിൽക്കുകയും ചെയ്തു. പിന്നീട് വിവാദങ്ങൾക്ക് ശേഷം വേടൻ പൊതുവേദികളിൽ നിന്നും സംഗീത രംഗത്തുനിന്നും ഏറെക്കാലം വിട്ടുനിന്നു. ഈ കാലയളവിൽ അദ്ദേഹത്തിന്റെ പഴയ പാട്ടുകൾ ചർച്ച ചെയ്യപ്പെട്ടെങ്കിലും പുതിയ സൃഷ്ടികൾ ഉണ്ടായില്ല. പിന്നീട് തിരിച്ചുവരവിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് 2025 ഏപ്രിൽ 28 കൊച്ചിയിലെ ഒരു ഫ്ളാറ്റിൽ നിന്നും വേടനെയും സുഹൃത്തുക്കളെയും എക്സൈസ് വിഭാഗം 6 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചതിന് പിടികൂടിയത്. ഇതിനു പിന്നാലെ പോലീസ് റെയ്ഡിനിടെ വേടന്റെ മാലയിൽ പുലിപ്പല്ല് കണ്ടെത്തിയതോടെ വനം വകുപ്പ് ഇടപെട്ടു. അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. വിവാദങ്ങൾക്കപ്പുറം വേടൻ എന്ന കലാകാരൻ മലയാള റാപ്പ് സംഗീതത്തിന് നൽകിയ സംഭാവനകൾ ചെറുതല്ല. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമായി മാറാനും സാമൂഹ്യ പ്രശ്നങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹത്തിന്റെ സംഗീതത്തിന് കഴിഞ്ഞു. മലയാളത്തിൽ റാപ്പ് സംഗീതത്തിനൊരു പുതിയ ദിശാബോധം നൽകിയ കലാകാരൻ എന്ന നിലയിൽ വേടൻ എന്നും ഓർമ്മിക്കപ്പെടും. എന്നിരുന്നാലും വ്യക്തിപരമായ ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ്. വേടന്റെ കഥ, കഴിവും പ്രശസ്തിയും എങ്ങനെ വിവാദങ്ങൾ മുങ്ങിപ്പോകാം എന്നതിൻ്റെയും കലയും കലാകാരന്റെ വ്യക്തിജീവിതവും തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തിന്റെയും ഒരു ഉദാഹരണം കൂടിയാണ്. അദ്ദേഹത്തിന്റെ സംഗീതം ഒരു കാലഘട്ടത്തിന്റെ ശബ്ദമായിരിക്കുന്നു. അത് പലർക്കും പ്രചോദനവും ചിന്തയ്ക്കും വക നൽകുന്നതുമാണ്.